ഇടുക്കി തൂക്കുപാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയുടെ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നില്ല. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൂക്കുപാലം മാർക്കറ്റിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തൂക്കുപാലം മാർക്കറ്റിനോട് ചേർന്ന പബ്ലിക് ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തിയിരുന്നു. എന്നാൽ നാളിതുവരെയായി വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. കേരള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ശൗചാലയമാണ് ഈ നിർമ്മിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനു മുമ്പ് നിർമ്മാണം ആരംഭിച്ച് 2021 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ശൗചാലയമാണിത്. ഇവിടെ നാളിതുവരെ നിരവധി പഞ്ചായത്ത് ഭരണസമിതികൾ മാറി വന്നിട്ടുണ്ടെങ്കിലും ഇത് തുറന്ന് പൊതുജനത്തിന് ഉപകാരപ്രദമാക്കാൻ യാതൊരു നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് ഇവിടെ വെള്ളമില്ല എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്കപ്പുറം പട്ടംകോളിന് കിട്ടിയ കാലഘട്ടം മുതലുള്ള പഞ്ചായത്ത് കിണറുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ച് കിണർ കുത്തിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. രാമക്കൽമേട് സന്ദർശിക്കുവാനെത്തുന്ന നിരവധി സഞ്ചാരികൾ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം. ഹൈറേഞ്ചിലെ പ്രധാന പൊതു മാർക്കറ്റുകളിൽ ഒന്നായ ഇവിടെ മാർക്കറ്റ് ദിവസത്തിൽ നിരവധി ആളുകൾ എത്താറുണ്ട്. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്രമ കേന്ദ്രം മാർക്കറ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാതെ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.